ഹായ് ഹലോ നമസ്കാരം. സജീന ഡോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് പുതിയ കണ്ടന്റൊന്നും ഇല്ലെന്നേ. കാരണം ഈ കിടന്ന് ഓടുന്നതും ഈ കിടന്ന് പറയുന്നതും തന്നെ ഉള്ളു. ചിലവന്മാരും ആണെങ്കിൽ ഡെയിലി കുറേ ഛർദ്ദിച്ച് നമ്മളെ ഈ ഛർദ്ദിൽ താഴെ വീണ് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് കുറേ വേസ്റ്റ് കൂടി ഛർദ്ദിൽ പറ്റത്തില്ലേ, അത് വീണ്ടും എടുത്തങ്ങ് കഴിച്ചിട്ട് വീണ്ടും ഛർദ്ദിക്കും, വീണ്ടും കഴിക്കും, വീണ്ടും ഛർദ്ദിക്കും. ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. എന്നാൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി, എന്തെങ്കിലും ഒരു വ്യക്തത ഉണ്ടാ അതൊട്ട് ഇല്ലേം താനും. ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ട് അയാൾ കുറ്റക്കാരി എന്ന് പറയുന്ന പറയുന്നവരുടെ വീഡിയോയ്ക്കകത്ത് തന്നെ ഉണ്ട് അവൾ നിരപരാധിയാണെന്നും സത്യമായിട്ടുള്ള കാര്യങ്ങളും അതിൽ തന്നെ തെളിഞ്ഞു നിൽപ്പുണ്ട്. എന്നിട്ടും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇതിന് കുറേ അകത്തമ്മമാരുണ്ട്. അതായത് എന്ത് പറയുന്നത്, ഈ അകത്തമ്മമാർ കുറേ തമ്പുരാട്ടിമാരുണ്ടല്ലോ, അന്തർജനങ്ങൾ. കുറേ അന്തർജനങ്ങളുണ്ട്. അവളുമാർക്ക് ഈ അപരാധിത്തരം ഒരു ദിവസം പോലും കേട്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. ആരുടെയെങ്കിലും ശവം കൊത്തി തിന്നുകയോ അല്ലെങ്കിൽ ഒരാളെ നെഗറ്റീവ് പറഞ്ഞ് ആ രീതിയിൽ ഒരു ദിവസമെങ്കിലും കേട്ടില്ലെങ്കിൽ അവൾമാർക്ക് ഉറക്കം വരത്തില്ല. അങ്ങനെയൊക്കെ പറയാൻ പ്രാപ്തിയായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരൊറ്റ സാധനമേ ഉള്ളൂ. ആ സാധനം ഇപ്പോൾ ഡെയിലി ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാധനത്തിൻ്റെ ഇതിൽ തന്നെ വന്ന ഒരു വോയിസ് ഉണ്ട്, നമുക്കതൊന്ന് കേട്ട് നോക്കാം. അതായത് വിപിൻ എന്ന് പറഞ്ഞൊരു ഓഞ്ഞ ഡയറക്ടർ, അവൻ ഡയറക്ടറാണോ എന്ന് പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവൻ ഡയറക്ടറായിട്ട് ഒരു ഡയറക്ടർ എന്ന് ചോദിക്കൂ, ഒരു സീൻ പറഞ്ഞു കൊടുത്താൽ ഞാൻ ചെയ്തു കൊടുക്കണം, ഞാൻ കാണിച്ചു കൊടുക്കണം, ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനങ്ങ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നിടത്ത് തന്നെ അവൻ ഫ്ലോപ്പാണ്, ഫ്ലോപ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവന് ഡയറക്ടർ എന്ന് പറയാൻ പോലുള്ള യോഗ്യത ഇല്ലാത്തൊരുത്തരാണ്. ഡയറക്ടർ എന്ന് പറയുമ്പം ആ ഒരു സ്ക്രിപ്റ്റ് കിട്ടി കഴിയുമ്പം അതിനകത്തുള്ള ഓരോ പോർഷൻസും ഓരോ സീനും അത് ഇന്നതായിരിക്കണം, ഇത് ഇവിടം വരെയുള്ള മൂമെൻ്റ് ആയിരിക്കണം, ഇന്ന പോലെ ഡയലോഗ് വേരിയേഷൻ ആയിരിക്കണം എന്ന് പറയാൻ കഴിവുള്ള ഒരാളാണ് ഡയറക്ടർ. അപ്പോൾ രേണു സുധിയെ വെച്ചെടുത്തപ്പോൾ 29 ടേക്ക് വരെ അങ്ങ് പോയി, എന്നിട്ട് ശരിയാവുന്നില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തരാൻ പറഞ്ഞെന്ന് വളരെ വ്യക്തമായിട്ട് അയാൾ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇവന് ഡയറക്ടറായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. എന്നിട്ട് അവൻ കുറേ ഉപമ പറഞ്ഞ എന്താണ്, കിണർ കുഴിക്കാൻ ഒരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അയാൾ കറിഞ്ഞൂടെ ഒന്ന് കുത്തി കൊടുക്കുമെന്ന് ചോദിക്കൂ, അതാണ് ഉദാഹരണം. അപ്പം വേറും തറ. അപ്പം ഇവന് ഷോർട്ട് ഫിലിം എടുക്കാനോ അല്ലെങ്കിൽ ഒരു ആൽബം എടുക്കാനോ അല്ല ഇപ്പം ഈ പരിപാടി നടത്തിയതെന്ന് 100% നമുക്കൊക്കെ വ്യക്തമാണ്. ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആയിട്ട് കുറേ കാര്യങ്ങളാണ് മക്കളെ. വരും ദിവസങ്ങളിൽ നമ്മൾ ചുമ്മാ കിടന്ന് ഛർദ്ദിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ഛർദ്ദിച്ച് അന്നേരം കിട്ടുന്ന റീച്ച് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇട്ടതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക, ഇൻകം കയറി കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയുന്ന ആ പരിപാടിയൊന്നുമില്ല. നമ്മൾ എന്ന് തൊട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അന്ന് തൊട്ടുള്ള കേസ് വരെ വന്നിട്ടുള്ള പോലും വീഡിയോസ് ഇപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. കാരണം ഇൻകം മാത്രം മതി എന്ന് പറഞ്ഞ് നടക്കുന്നതുകൊണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഒരുപാട് വീഡിയോ, ഒരുപാട് ലൈവ് ഒന്നും നമ്മൾ കാണുന്നില്ല തിരിച്ചു നോക്കുമ്പോൾ. പക്ഷേ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ അപ്പം തന്നെ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മളുടെ മൊബൈലിൽ അല്ലെങ്കിൽ പെൻഡ്രൈവിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം ആവശ്യം വരും. നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്, വേറെ ആരെയും പറയുന്നത് നമുക്ക് ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ വേറെ പുല്ല് കണക്ക് തട്ടിക്കളയും. അപ്പം ആ വിപിൻ എന്ന് പറഞ്ഞ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു ഡയറക്ടർ എന്താണ് പറയുന്നത് നമുക്ക് ആദ്യം കേട്ടു നോക്കാം. സ്ഥിരം എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് ഇടരുത് തന്നെ ഞാൻ 15 വട്ടം പറഞ്ഞ ഷൂട്ടിനായിരുന്നു. സ്ഥിരം എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് ഇടരുത് തന്നെ ഞാൻ 15 വട്ടം പറഞ്ഞ ഷൂട്ടിനായിരുന്നു. 28-29 ടേക്ക് എടുത്തിട്ട് 21 റീൽസ് ഇട്ടിട്ടുണ്ട്. അന്ന് അവിടെ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്താൽ ഞാൻ ഒന്ന് കാണിച്ചു തരും. നമ്മൾ കാണിച്ചു കൊടുക്കാം, നമ്മൾ കാണിച്ചാൽ പോരെ. നമ്മൾ വീട്ടിൽ കിണർ വിളിക്കാൻ ഒരാൾ വിളിച്ചു എത്തി കഴിഞ്ഞാൽ അയാൾ ആയിക്കോട്ടെ ഒന്ന് കുത്തി കാണിച്ചെന്ന് പറയും. നമ്മൾ വണ്ടി വിളിക്കാൻ ഒരാൾ വിളിച്ചാൽ ഒന്ന് ഓടിച്ചു തരും എന്ന് പറയും, ആരെങ്കിലും പറയും. പണി അറിയണം. കണ്ട, ഇതാണ് വെടലത്തരം. ഇതാണ് ഞാൻ നേരത്തെ ആദ്യമേ എക്സ്പ്ലനേഷൻ തന്നത് ഈ ഒരൊറ്റ കാര്യത്തിന്. ഇനി അറിയില്ലെങ്കിൽ അഹങ്കാരമല്ലാതെ പഠിക്കാനുള്ള മോളോട് നിൽക്കണം. ഒരു സഹകരണം വേണം. എനിക്കത് വലിയ കാര്യത്തിൽ അറിയില്ല, നമ്മളൊന്നും കോഴ്സെടുത്ത് പഠിച്ചല്ല. സംവിധാനം പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കാനുള്ള നോളജ് നിൽക്കണം. ഇവനെ അത് പറഞ്ഞു കൊടുക്കാനുള്ള നോളജ് ഒന്നും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പഠിക്കാനുള്ള മനസ്സ് കാണിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ അതിഗംഭീരമായ ബ്രഹ്മാണ്ഡ ചിത്രമൊന്നും അല്ലല്ലോ നിർമ്മിച്ചത്. ഒരു ആൽബം അല്ലേ, അതും ഫുള്ളി സെക്സ് കണ്ടന്റ് മാത്രം അടങ്ങുന്ന ഒരു ആൽബം അല്ലേ അവിടെ എടുത്തത്. അപ്പോൾ പിന്നെ പറഞ്ഞു കൊടുക്കുമ്പം ഇത്ര വലിയ റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അത് നമ്മൾ അല്ലാതെ ചെയ്തു പോകുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെയും കൂടി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്, ലിപ് ലോക്ക് ചെയ്യണം, കാലെടുത്ത് കവച്ച് വെച്ച് കൊടുക്കണം, ഇങ്ങനെ പിടിച്ചെടുക്കണം, ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വീഡിയോസ് ഞാൻ ഇത്തരം വൾഗാരിറ്റികൾ സപ്പോർട്ട് ചെയ്യുന്നത് കാണണം. മദ്യപിക്കുന്ന നമ്മൾ കൂടെ മദ്യപിച്ചില്ല, നമ്മൾ കൊണ്ടുവന്ന സാധനം അടിക്കാൻ പറ്റില്ല. കണ്ട, നമ്മളിവിടെ മദ്യപിച്ചില്ല, നമ്മൾ കൊണ്ടുവന്ന സാധനം അടിക്കാൻ പറ്റിയില്ലെന്ന്. അപ്പൊ ഇവന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇവനൊരു ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെയാണ്. നമ്മളുടെ ഒരു സിനിമയോ ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു ആൽബമോ നമ്മൾ ഒരെണ്ണം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മളത് ചെയ്യുക, അത് പാക്കപ്പ് ആവുക, തിരിച്ചു പോവുക, അത് മാത്രമാണ് ലക്ഷ്യം. അല്ലാതെ അവിടെ കള്ളും കഞ്ചാവും മേടിച്ചുകൊണ്ട് വെക്കുക, അതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഉദ്ദേശം മനസ്സിലാക്കി കൂടെ എന്തായിരുന്നു ആൽബം പിടുത്തത്തിന്റെ മറവിൽ എന്ത് ചെയ്യാനായിരുന്നു പ്ലാൻ എന്ന്. ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്, ആൽബം എടുത്തിട്ടുണ്ട്, വെബ് സീരീസ് എടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇതുവരെ വർഷങ്ങളോളം ഉള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ സഹകരിച്ചിട്ടുള്ളത്. ഇന്ന് വരെ ഇങ്ങനെയുള്ള പോകൃത്തരവ്, ഇങ്ങനെയുള്ള ഇതോ എന്തിന് ഈ രേണു സുധി തന്നെ 3 എണ്ണം, അതായത് 2 ഷോർട്ട് ഫിലിമും ഒരു ആൽബം വന്ന് അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഇതുപോലെ ഒരെണ്ണം ഞങ്ങളുടെ ലൊക്കേഷനിൽ പോലും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇവൻ മേടിച്ച് വെച്ച സാധനം അടിക്കാൻ സമയം കിട്ടിയില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായി? അതിന്റെ കെറുവാണ് ഇവർക്കുള്ളത്.
അപ്പൊ ഇവൻ എങ്ങനെയുള്ളവനാണെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത് വീണ്ടും എടുത്തിടുന്നത്. ഇത് ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞതാ. എങ്കിലും അവരിത് ഛർദ്ദിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്കൊന്ന് എടുത്തൊന്ന് ചെയ്ത് നോക്കിയാലാ. ഇവരുടെ കൂടെ പോയിട്ട് വന്നാണ്. ഇവരുടെ കൂടെ പോയി മദ്യം ഞാൻ അടിച്ചത് എനിക്ക് സംശയമുണ്ട്. കാരണം മണമില്ല. എടാ നാറി, സംശയമുള്ള കാര്യം സംശയമായിട്ട് വെക്കണം. പിന്നെ എങ്ങനെയാണ് അവൾ മദ്യപിച്ചെന്ന് നീ പറയുന്നത്? നിനക്ക് എന്ത് യോഗ്യത ഉണ്ടോ അങ്ങനെ പറയാൻ? ആള് പക്കാ വയലന്റ്. പുറത്തേക്ക് ഇറങ്ങാൻ റൂമിൽ നിന്ന് ഒരാളോട് സ്വകാര്യമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോട് സംസാരിക്കല്ല, പുറത്താണ് യൂട്യൂബേഴ്സ് വെക്കുന്നത്, അവരുടെ മുമ്പിലേക്ക് അങ്ങനെ ചെല്ലുക. എന്നിട്ട് കൂടെ ഒച്ചണ്ടാക്കാം പെർഫോമിനാണെന്ന്. അതായത് മീഡിയക്കാർ പുറത്ത് നിൽക്കുന്നതുകൊണ്ട് റൂമിനകത്ത് നിന്ന് സംസാരിക്കാതെ ഓടി പുറത്തിറങ്ങി മീഡിയക്കാരുടെ മുമ്പിൽ കിടന്ന് ഷോ കാണിച്ചെന്ന്. അത് ഷോയാണ് അവൾ കാണിക്കുന്നതെങ്കിൽ, ഷോ കാണിക്കാനാണ് അവിടെ ഇറങ്ങി ചെന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വന്ന ക്യാമറയിൽ നോക്കി നിന്ന് ഇത്രയും പേരും അതിൽ ഒരാളെങ്കിലും അത് വീഡിയോ പകർത്തിയേനെ. അവർക്ക് റീച്ചാണ് മുഖ്യം. പക്ഷെ അവരത് ചെയ്തില്ല. എന്തുകൊണ്ട് അതവിടെ നടന്നത് റിയൽ സംഭവം ആയതുകൊണ്ട്. അതൊരു ക്രിയേഷൻ അല്ല. അവൾ ജാട കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തെങ്കിൽ ആ രേണുസി താണ്ട് ഇങ്ങനെ വന്ന് കിടന്ന് കാണിച്ചു, അത് കംഫർട്ട് അല്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഇവരുടെ ചാനലിൽ തന്നെ ഇതിന് മുന്നേ ഇത് വരത്തില്ലായിരുന്ന. അവരത് എടുക്കുക പോലും ചെയ്യാതിരുന്ന എന്ത് കാര്യമാണ്? അത്ര സീരിയസ് ആയിട്ടാണ് ആ പ്രശ്നം അവിടെ നടന്നത്. നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കും. ബുദ്ധിയുള്ളവർ മാത്രം ചിന്തിക്കും. ഈ ആടിനെ പിടിച്ച് പട്ടിയാക്കുന്ന കുറേ സാമർത്ഥ്യമുള്ളവന്മാരുണ്ട്. അവളുമാർ പലതും പറയും. പക്ഷെ ബുദ്ധിയുള്ളവർ ചെറിയ രീതിയിൽ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മാത്രം മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. അതായത് ഇവിടെ പുറത്തോട്ട് ഇറങ്ങി വന്ന് ഷോ ഓഫ് കാണിക്കുകയാണെങ്കിൽ ഇവിടെ കൂടെ വന്ന 8 ക്യാമറമാരുണ്ടെന്ന് പറഞ്ഞില്ലേ? അവർ 8 പേരും എന്തുകൊണ്ട് ക്യാമറ അടച്ചു വെച്ചിട്ട് മിണ്ടാതിരുന്നു? അവർക്ക് കാണിക്കാൻ വേണ്ടിയാണ് അവൾ ഷോ ഓഫ് കാണിച്ചത്. അവരെന്തിനു കാണിക്കണം? അവിടെ ഷോ ഓഫ് കാണിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം വീഡിയോ ആയും ചെയ്തേനെ. ഇത് ആ സ്പോട്ടിൽ തന്നെ ഇതെല്ലാം പബ്ലിഷ് ആവുകയും ചെയ്തേനെ. അപ്പൊ അവിടെ നടന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ്. ആ ഒരു പ്രശ്നം നടക്കുന്ന കൂട്ടത്തിൽ ഇപ്പൊ ഞാനൊരു ക്യാമറമാനെ 2 ക്യാമറമാരെ വിളിച്ചോണ്ട് പോകുന്നത് എൻ്റെ ഒരു പ്രോഗ്രാം സ്ഥലത്ത്. അപ്പൊ എന്നെ ബൂസ്റ്റപ്പ് ചെയ്ത് അവർ നിൽക്കത്തുള്ളൂ, അത് ഉറപ്പ് തന്നെ. അപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് എന്ത് കണ്ടാലും അവരത് വീഡിയോ എടുക്കും, പുറത്തിട്ട് ബൂസ്റ്റ് ചെയ്യും. പക്ഷേ ഒരു വഴക്കോ ഒരു അടിയോ വേറെ നമ്മളെ കൈവിട്ട് പോകുന്ന ഒരു പ്രശ്നം അവിടെ നടക്കുന്നെങ്കിൽ അവർ വീഡിയോ പിടിക്കാൻ നിൽക്കും, ആ പ്രശ്നം സോൾവ് ചെയ്യാൻ നിൽക്കും. ഇവിടെ നടന്നതും ഇത് തന്നെയാണ്. കാരണം അതൊരു ക്രിയേഷൻ അല്ല, ക്രിയേഷൻ വീഡിയോ അല്ല. അവിടെ ഒറിജിനലായിട്ട് സീരിയസ് ആയിട്ട് നടന്ന ഒരു പ്രശ്നം തന്നെയാണ് അതെന്ന് ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പറഞ്ഞല്ലോ തുമ്മുമ്പോഴും മുറിവുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും എല്ലാം വീഡിയോസ് വരുന്നത് എന്തുകൊണ്ട് ഇത് പുറത്ത് വന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഒരൊറ്റ കാര്യം, ഒരൊറ്റ റീസൺ ഇത് മാത്രമാണ്. അവിടെ നടന്നത് പ്രശ്നം രൂക്ഷമായ പ്രശ്നം തന്നെയാണ്. അത് വീഡിയോ പിടിച്ച് പുറത്തിടാൻ ഇവർക്ക് പറ്റില്ല. ഇവർ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവളെയും കൊണ്ട് അവരുടെ വണ്ടിയിലാണ് അവർ തിരിച്ചു വരുന്നത്. അപ്പൊ കൂടെ വരുന്നവർ വീഡിയോ എടുത്ത് വൈറലാക്കാൻ നോക്കുക, ആ പ്രശ്നം സോൾവ് ചെയ്യാൻ കൂടെ നിൽക്കൂ. നിങ്ങൾ എന്നെ ചിന്തിക്കുക. നിങ്ങൾ തന്നെ മാത്രം കേൾക്കുന്നവരും കാണുന്നവരും ചിന്തിച്ചാൽ മാത്രം അത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇവൾ ഈ ഒച്ചണ്ടാക്കി ഒറ്റ വീഡിയോ പോലും ഉമ്മ എടുത്തിട്ടില്ല. കൊണ്ടുപോയി കൊലത്തിലാക്കിയത് ഉമ്മ എടുത്താൽ ചോദ്യമില്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്. ആ റീസണാണ് ഏറ്റവും വലിയ തെറ്റ്. ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അവൾ ഷോ കാണിക്കാനാണെങ്കിൽ അവരെ വീഡിയോ പിടിച്ചേനെ, അവരത് പബ്ലിഷ് ചെയ്തേനെ. പ്രശ്നം സീരിയസ് ആയതുകൊണ്ട് മാത്രമാണ് അവൾ ആ വീഡിയോ എടുക്കാഞ്ഞതും അവളെ അവിടെ നിന്ന് രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നതും. ഈ രേണു അവിടെ കിടന്ന് അത് പറ്റില്ല, ഇത് പറ്റില്ല, അങ്ങനെ ആക്കില്ല, ഞാൻ കംഫർട്ട് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ അന്നല്ലാതെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ അപ്പുറത്ത് കൈയടിക്കാം, ഒന്നും വേണമെന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ പറ്റില്ല. അപ്പൊ നീ ഒന്നും വേണമെന്ന് ചോദിക്കാതെ അവൾ ചുമ്മാ കിടന്ന് പറഞ്ഞു. എടാ ലിപ് ലോക്ക് ചെയ്യണമെന്ന് നീ പറഞ്ഞ ആ ചാറ്റിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? ലിപ് ലോക്ക് സീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാ? 2 ഡ്രസ്സ് നീ അയച്ചു കൊടുത്ത് അവൾ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വീട്ടിൽ അയച്ചു കൊടുക്കും, ഞാൻ വന്ന് ഇട്ട് നോക്കി കംഫർട്ട് ആണെങ്കിൽ ഓക്കെ എന്ന് തന്നെ പറഞ്ഞത്. പിന്നെ സ്വിമ്മിംഗ് പൂൾ, അതായത് പിന്നെ പൂളിൽ ഇറങ്ങുന്ന ഡ്രസ്സ്, അത് സ്വിമ്മിംഗ് സൂട്ട് ഇടണമെന്നുള്ള കാര്യവും അതിനകത്തൊന്നും പറഞ്ഞിട്ടേ ഇല്ല. നീ ഇതെല്ലാം കൊണ്ടുവന്ന് ആ സ്പോട്ടിലാണ് ഇതെല്ലാം അവളെ കൈ കിട്ടുന്നത്. ഇത് ഇടാൻ അവൾക്ക് കംഫർട്ട് അല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ നീ വേറൊരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഇതിനെക്കാട്ടി മോശമായ ഡ്രസ്സുകളാണ് ഇട്ടേന്ന്. ഡ്രസ്സുകൾ ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം. ഇതേപോലെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ട് രേണുസുതി നിങ്ങൾ ഇതുവരെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ ഉൾപ്പെടെ ഒന്ന് കമന്റ് ചെയ്ത് വളരെ ഉപകാരമായിരിക്കും. ഞാൻ ഇന്ന് വരെ ഇങ്ങനെയുള്ളത് കണ്ടിട്ടില്ല. മനസ്സിലായല്ലോ? ഇങ്ങനെയുള്ള ഡ്രസ്സ് അവൾ ഇട്ടുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് എവിഡൻസ് ഉണ്ടല്ലേ ഞാൻ എന്താണ് അവരോട് പറഞ്ഞത്? ഞാൻ എന്തെങ്കിലും വൃത്തികേടോ അനാവശ്യമോ അവരോടൊന്നല്ല, ഈ കാലഘട്ടത്തിൽ ആരോടെങ്കിലും പറഞ്ഞു തെളിയിച്ചാൽ പരിപാടി. എടാ വെടലേ, നിന്നെ ഇന്റർവ്യൂ സ്ത്രീ ഉണ്ടല്ലോ, അവർക്ക് അഭിഹിതമാണ് വേണ്ടുന്നത്. അവിടെ വേറെ എന്തെങ്കിലും നടന്നോ എന്നാണ് ഈ ചെകഞ്ഞ് ചോദിക്കുന്നത്. രേണുസുതി ഒരൊറ്റ വീഡിയോക്കകത്ത് നിന്നെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. നീ മോശമായി ബിഹേവ് ചെയ്തെന്നോ, നീ അഡ്ജസ്റ്റ്മെന്റിന് പറഞ്ഞെന്നോ, അതല്ല വേറെ എന്തെങ്കിലും ചെയ്തെന്നോ ഇന്ന് ഈ നിമിഷം വരെ നിന്നെ മോശമായിട്ട് അവളതിൽ പറഞ്ഞിട്ടില്ല. അവൾ പറഞ്ഞ കാര്യങ്ങൾ ഒറ്റ ഒരു കാര്യം, ലിപ് ലോക്ക് ചെയ്യാൻ അവൾക്ക് താല്പര്യമില്ല. ഈ കൊച്ചുങ്ങളെ കവച്ചെടുത്ത് മടിയിലോട്ട് വെക്കുന്ന കണക്ക് അവൾക്ക് ചെയ്യാൻ കംഫർട്ട് പറ്റില്ല. പിന്നെ ആ കോസ്റ്റ്യൂം അത് കംഫർട്ട് അല്ല, അതുകൊണ്ട് അവൾ ഇടില്ല. ഈ 3 കാര്യങ്ങളെ അവൾ അന്നേരം ഇന്നേരം എപ്പോഴും പറയുന്നുള്ളൂ. അല്ല നീ മിസ് ബിഹേവ് ആയിട്ട് അവളടുത്ത് പെരുമാറിയെന്ന് അവൾ ഓരോയിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ നിന്റെ വായിന്ന് പറയിപ്പിക്കാൻ വേണ്ടി ഇട്ട് എന്ന് പറയിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നിന്നെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? നീ കുറെ വീഡിയോസ് കാണാതാണ് ചെന്ന് വായിക്കകത്ത് പെട്ടുകൊടുത്തത്. ഓടാ ചേട്ടൻ ആണുങ്ങളടുത്ത് മാത്രമേ സംസാരിക്കുന്നത്. പോടെ ഇവിടെ നിൽക്കും തത്വച്ചുണ്ടാവും. പറഞ്ഞ് മനസ്സിലായ? പെണ്ണുങ്ങൾക്ക് സംസാരിക്കത്തില്ല അങ്ങനൊന്നും, ആണുങ്ങളടുത്ത് മാത്രമേ അങ്ങനെയൊക്കെ സംസാരിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ ചേട്ടനെ? ആദ്യം ടെലിഫിലിം പിടിച്ചില്ല, എന്റെ പേരെന്താ? ആൽബോന്ന്. ബിഗ് ബോസ് പോകുന്നതിന് മുന്നെയാണ് നമ്മൾ തൊട്ട് മുമ്പാണ് നമ്മുടെ വർക്ക് ചെയ്തത്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ വർക്കിന്റെ ഒരു ഇതുകൊണ്ടാണ് അവർക്ക് ബിഗ് ബോസിലേക്ക് കയറാൻ സാധിച്ചത്. കാരണം ബാക്കി വർക്കുകളും നമ്മൾ ചെയ്ത വർക്ക് നമ്മൾ കണ്ടാൽ മനസ്സിലാവും. അയ്യോ എന്റെ പൊന്നെ, എന്റെ ചേട്ടാ, എന്റെ ചേട്ടൻ എന്തോ ഒരു തള്ളാടാ നീരും തള്ളുന്ന ഉണ്ണേ. നിന്റെ കുണിക്കാത്ത അഭിനയിച്ചുണ്ടാകുന്നല്ലേ അവള് ബിഗ് ബോസ് വരെ പോയത്. പോയി പാടി നോക്കടാ. പിന്നെ അതിനകത്ത് വേറൊരു സ്റ്റേറ്റ്മെന്റും കൂടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അടുത്ത്. അതായത്
രേണു കുറെ ആഭരണങ്ങൾ എടുത്തുകൊണ്ട് പോയിരുന്നു. പിന്നെ വഴിനീളെ പല സ്ഥലത്തും തൂക്കിയിട്ടിരിക്കുകയല്ലേ പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാനായിട്ട്. അതിനെക്കുറിച്ച് രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം. രേണുസുതിയാണ്. അപ്പം ഇപ്പോഴാണ് ഞാനൊരു വോയിസ് കേട്ടെ, ഈ ഷെഫീന തീർത്താത്തയുടെ. ഞാൻ ആ ഡയറക്ടറിന്റെ, അതായത് ഇപ്പൊ പ്രശ്നം നടക്കുന്ന ഡയറക്ടറിന്റെ, ഈ ആൽബം ഡയറക്ടറിന്റെ വൈഫിന്റെ ആഭരണം അടിച്ചോണ്ട് വന്നത്. എനിക്ക് ചിരിയാണ് വരുന്നത്. ഒരു മനുഷ്യന്റെ സോഡാ കുപ്പി പോലും ഞാൻ കണ്ടെടുത്തിട്ടില്ല. എനിക്കൊരു ഡേ ഒരു സോഡാ കുപ്പിയോ ഒരു ഊട്ടായി കവർ പോലും ഞാൻ ആരുടെ അടിച്ചു പറ്റില്ല. ഈവൻ ഈ പറയുന്ന ആഭരണം ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അഭിനയിക്കാൻ ഞാൻ ഓർണമെന്റ്സ് കൊണ്ടുപോയില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത് ഈ മോഡേൺ ഡ്രസ്സിന് വേണ്ടുന്ന ഓർണമെന്റ്സ്, അതായത് ഈ നമ്മൾ ഫാൻസി ഷോപ്പിൽ കിട്ടത്തില്ല 45, 20, 30 രൂപയുടെ ഒക്കെ കമ്മലുകളില്ലേ, അത് അവരെടുത്ത് 2-3 കമ്മലെടുത്ത് കൈ തന്നിട്ട് പറഞ്ഞു ഇത് ഇടോ എന്ന് പറഞ്ഞു. അത് എന്റെ ബാഗിനകത്തായിപ്പോയി. എന്റെ വില കൂടിയ 4-5 ഷൂസും ചെരുപ്പും എല്ലാം അവിടെ ആയിപ്പോയി, അവരുടെ വീട്ടിൽ പോയി. അത് അവർ അടിച്ചു മാറ്റി വെച്ചേക്കുമല്ലോ, എനിക്കങ്ങനെ പറയാമല്ലോ. എന്തൊക്കെയാടേ ഇതാണ് സംഭവം. ഓർണമെന്റ്സ്, സ്വർണം പുറത്തങ്ങ് വഴിയിൽ വാരി വിതറിയിരിക്കല്ലേ എടുത്തോണ്ട് പോകാനായിട്ട്. അയ്യോ. പിന്നെ ഇവരിട്ട വീഡിയോയ്ക്കകത്ത് തന്നെ വേറൊരു കാര്യമുണ്ട്, വ്യക്തമായിട്ടുണ്ട്. അത് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, എങ്കിലും ഇതിനകത്ത് ഞാൻ അതും കൂടി ഒന്ന് വെക്കുന്നുണ്ട്. കാരണം രേണുസുതി വന്നു കിടന്ന് ഭയങ്കര ഷോ ഓഫ് കാണിച്ച് പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞില്ലേ, കുടിച്ച് ലെക്ക് കെട്ട്, ഒരു കുടിയില്ല ഒരു ലെക്കുമില്ല. കറക്റ്റായിട്ട് വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും തന്നെയാണ് അവൾ അതിനകത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അത് അവരിട്ട വീഡിയോയ്ക്കകത്ത് തന്നെ ഉള്ളതാണ്. അതാണ് ദൈവത്തിന്റെ കയ്യൊപ്പെന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞത്. അപ്പം അതും കൂടി നമുക്കൊന്ന് കേൾക്കാം, ഇതിനകത്ത് കേൾക്കാം. പിന്നെ ഇതിന്റെ ഇവൻ വേറെ ഇപ്പൊ 2-3 ഇന്റർവ്യൂ കൂടെ കൊടുത്തിട്ടുണ്ട് ഈ വിവൻ. അപ്പോൾ ആ ചേട്ടൻ ഇന്റർവ്യൂ നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് ഞാൻ ഓരോ എപ്പിസോഡായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതും കൂടി നമുക്കൊന്ന് കേൾക്കാം. രേണു അവിടെ കിടന്ന് വിഷയം ഉണ്ടാക്കിയപ്പോൾ ഞാൻ കയ്യും കെട്ടി മിണ്ടാതെ എന്ന് പറഞ്ഞവന്റെ ഡയലോഗ് ആയി കേൾക്കുന്നത്. ഷോ ഓഫ് കാണിക്കുന്നെങ്കിൽ ഇവരെ ക്യാമറമാൻ എല്ലാവരും ഇത്രയും വീഡിയോ പിടിച്ചാൽ അത് പബ്ലിഷും ചെയ്തേനെ. അത് ഷോ ഓഫ് അല്ല, അവിടെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സംഭവങ്ങളുടെ സത്യാവസ്ഥ ഇതൊന്നും അല്ല കേട്ടോ. 2 ദിവസം കൂടെ കഴിയുമ്പോൾ വളരെ വ്യക്തവും സ്പഷ്ടവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ വീഡിയോയിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു അവസാനം വേണ്ടേ. ചുമ്മാ ഇതെന്നും ഛർദ്ദിക്കുക ഭക്ഷിക്കുക ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ 2 ദിവസം വെയിറ്റ് ചെയ്യുക, 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്താൽ ബാക്കി ഇതിൻ്റെ യഥാർത്ഥ വീഡിയോസ് പുറത്ത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റ് ഷെയറും ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. താങ്ക് യു. ബൈറ്റൊക്കെ എടുത്തിട്ടുള്ള ആ താത്തേനെ ലാസ്റ്റ് ഞാൻ തരുന്നുണ്ട് എന്നാണ് ഞാൻ എഴുതിയത്. എന്ന് വെച്ചാൽ ഞാൻ കണ്ടന്റ് തരുന്നുണ്ട് എന്നാണ് ഞാൻ ലാസ്റ്റ് അവർക്ക് കമന്റ് ചെയ്തത്.